പുണ്യമാസത്തിലെ കേരള സമൂഹത്തിൻ്റെ വാർത്തകളും വിശേഷങ്ങളുമായി വിഷൻ അറേബ്യയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റമദാൻ നാളിൽ സത്കർമ്മങ്ങൾക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. UAE എക്സ്ചേഞ്ച് കഴിഞ്ഞ ദിവസം നടത്തിയ ഇഫ്താർ വിരുന്ന് ഏറെ പ്രശംസനീയമാണ്. മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് നിരവധി നേട്ടങ്ങളും സമ്പാദ്യങ്ങളും വാരിക്കൂട്ടുന്നു. എന്നാൽ ജീവിതത്തിന്റെ അവസാന കാലത്ത് ആരും തിരിഞ്ഞു നോക്കാൻ വിസമ്മതിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള സംഗമങ്ങൾ അവർക്ക് കുറച്ചെങ്കിലും സ്വാന്തനമേകുന്നു. ഈ റമദാൻ നാളിൽ മൊഹറക് വെൽഫെയർ സെന്ററിൽ UAE എക്സ്ചേഞ്ച് നടത്തിയ ഇഫ്താർ വിരുന്ന് തികച്ചും മാതൃകയാവുകയാണ്. UAE എക്സ്ചേഞ്ചിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം മൊഹറക്കിലെ വൃത്തസ്ഥാനത്തിലെ അന്തേവാസികൾക്കാണ് ഇഫ്താർ വിരുന്നൊരുക്കിയത്. അവരെ പരിപാലിക്കുന്നതോടെ മഹത്വം ഈ റമദാൻ നാളിൽ യഥാർത്ഥ സത്കർമ്മമായി തീരുന്നു. സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഉയർത്തി വെൽഫെയർ സൊസൈറ്റി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുഴുവൻ ജനങ്ങൾക്കും മാതൃകയാവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നാളുകളിൽ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതിൽ കൃതാർത്ഥതയുണ്ടെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ വരും നാളുകളിൽ കൂടുതൽ വ്യാപിപ്പിക്കുമെന്നും UAE എക്സ്ചേഞ്ച് കൺട്രി ഹെഡ് ദീപക് നായർ പറഞ്ഞു. Today UAE Exchange is very happy to be part of this elderly respected people who have been abandoned from the society. So we thought of we always look or explore for such places where they need more care. And today UAE Exchange, during the holy month of Ramadan, we are joining with them for iftar. So all of UAE Exchange people have come and we'll be spending some time with them, because the people who are working in UAE Exchange all are coming from different countries, from away from the families. So UAE Exchange is always believe in CSR activities, and this is not only in Bahrain, across the world we look into all these things. Normally it is we want to give to the society what they have given us. മൊഹറക് നഗരസഭാ കൗൺസിലർ മുഹമ്മദ് ഇബ്രാഹിം അൽ മുത്തബ, പൊതുപ്രവർത്തനായ ഒസാമ സഹാർ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യക്കാരുടെ പരാതി പരിഭവം അറിയുവാൻ ഇന്ത്യൻ എംബസി നടത്തുന്ന ഓപ്പൺ ഹൗസ് കഴിഞ്ഞ ആഴ്ച എംബസിയിൽ വെച്ച് നടന്നു. ഇവിടെ തൊഴിൽ തേടിയെത്തുന്ന അഭ്യസ്തവിദ്യരായ ഇന്ത്യൻ തൊഴിലാളികൾ തൊഴിൽ തട്ടിപ്പുകളിൽ ആവപ്പെടുന്നത് ആശങ്കാജനകമെന്ന് ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ മോഹൻകുമാർ എംബസിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബഹറിൽ ജോലി തേടിയെത്തുന്ന തൊഴിലാളികൾ കൃത്യമായ തൊഴിൽ കരാറും ആ കരാറിൽ ചേർത്തിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണമെന്നും അംബാസഡർ പറഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പോലും തങ്ങളുടെ ബന്ധുക്കളാലും ഏജന്റുമാരാലും വാക്കിന്റെ അടിസ്ഥാനത്തിൽ ജോലിക്ക് എത്തുന്നതുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. And especially from the areas from which people come to the Gulf, there is a lot of informal networking. And all I'm telling you is people come on the basis of informal networks. That is not going to work. That's all I'm saying. You cannot come because your uncle or your relative says, hey, come over, I'll get you something. That's not going to work, and that is not working. ബഹറിലെ നിയമങ്ങളാണ് തൊഴിലാളികൾക്ക് ബാധകമാകുന്നത്. വിദേശത്ത് പോകുന്നവരുടെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് എളുപ്പമാക്കുന്നതിനും സുതാര്യമാക്കുന്നതിനും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ ഇമിഗ്രേറ്റ് സംവിധാനം അടുത്ത വർഷം മുതൽ നിലവിൽ വരുമെന്ന് അംബാസഡർ പറഞ്ഞു. ഇമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമുള്ള ECR വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ സംവിധാനത്തിന്റെ പ്രയോജനം ലഭിക്കുന്നത്. ഏജന്റുമാർ വീട്ടുജോലിക്കാരുടെ കാര്യത്തിൽ നിയമങ്ങളെല്ലാം മറികടക്കുകയാണെന്ന് എംബസി ഫസ്റ്റ് സെക്രട്ടറി നിർമ്മൽ കുമാർ ചൗധരി പറഞ്ഞു. നിലവിലെ നിയമമനുസരിച്ച് ഒരു വീട്ടുജോലിക്കാരിയെ ബഹറിലേക്ക് കൊണ്ടുവരുന്നതിന് $2,500 തുല്യമായ തുക ബാങ്ക് ഗ്യാരണ്ടിയായ സ്പോൺസർ കെട്ടിവെക്കണം. എന്നാൽ പലരും വിസിറ്റ് വിസയിൽ വീട്ടുജോലിക്കാരെ കൊണ്ടുവരുന്ന പ്രവണത ഇന്ത്യൻ നിയമത്തെ ലംഘിക്കുകയാണെന്നും ഇത് ഒഴിവാക്കാൻ ഇമിഗ്രേഷൻ അധികൃതർ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വിദേശ രാജ്യത്ത് ജോലിക്ക് പോകുമ്പോൾ നിരവധി കാര്യങ്ങൾ പാലിക്കണമെന്ന് ഇന്ത്യ സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിരവധി ബോധവൽക്കരണ പരിപാടികളും നിയമങ്ങളും സർക്കാരും പ്രവാസികാര്യ വകുപ്പ് നൽകിയിട്ടും വീണ്ടും ചിലർ ചതിക്കുഴിയിൽ അകപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന എംബസി ഓപ്പൺ ഹൗസിൽ 8ഓളം പരാതികളായിരുന്നു അംബാസഡർ മുമ്പാകെ എത്തപ്പെട്ടത്. പാസ്പോർട്ട് പിടിച്ചുവെക്കുന്നതും ശമ്പളം നൽകാത്തതും സ്പോൺസർ നാട്ടിലേക്ക് അവധിക്ക് വിടാത്തതുമായ പരാതികളായിരുന്നു ഏറെയും. കഴിഞ്ഞ 19 വർഷക്കാലമായി ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന തലശ്ശേരി സ്വദേശിയായ രാമചന്ദ്രൻ നായർ തനിക്ക് സ്പോൺസറുടെ അടുക്കൽ നിന്ന് കിട്ടിയ തിക്ത അനുഭവമായി വളരെ പ്രതീക്ഷയോടെയാണ് ഓപ്പൺ ഹൗസിൽ എത്തിയത്. തന്റെ ദീർഘനാളത്തെ സർവീസിൽ തനിക്ക് ഈ കമ്പനിയിൽ നിന്ന് സേവനത്തിലുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ അദ്ദേഹത്തിന് മറ്റൊരു കമ്പനിയിൽ ഓഫർ ലഭിച്ചപ്പോൾ തന്നെ നിയമപരമായി ഇപ്പോഴത്തെ സ്പോൺസർ പോകാൻ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാരണം കൂടാതെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്നും തന്റെ 19 വർഷക്കാലത്തെ സർവീസോ മറ്റ് ആനുകൂല്യങ്ങളോ സ്പോൺസർ നിഷേധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം നല്ല ഓഫർ കിട്ടിയപ്പോൾ ഞാൻ അവന് ഓഫർ ലെറ്റർ കൊടുത്തപ്പോൾ അവൻ 1 മാസം അനങ്ങില്ല. രണ്ടാമത്തെ പ്രാവശ്യം എന്നോട് പറഞ്ഞു, നീ ഇവിടുന്ന് പോകാമെങ്കിൽ എൻ്റെ ബിസിനസ് ഓഫ് കോഴ്സ് പോകും, അതുകൊണ്ട് നിന്നെ ഇവിടുന്ന് നേരെ ഞാൻ അയക്കില്ല, നീ പോയാൽ തിരിച്ചു വരില്ല, ബഹറിലേക്ക് തിരിച്ചു വരാമെന്ന് വെച്ച് നീ പോകണ്ട, നിന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. പിന്നെ എൻ്റെ 19 years ആയിട്ടുള്ള സർവീസ് സെറ്റിൽമെൻറ്റ് ഞാൻ തരാൻ പറ്റില്ല. ഈ ഓപ്പൺ ഹൗസിൽ വരുമ്പോൾ എനിക്ക് എൻ്റെ പ്രതീക്ഷ നല്ല പ്രതീക്ഷയായിരുന്നു. ഇവിടെ വന്ന് 2 ദിവസം ഞാൻ കണ്ട കേസുകളോ നോക്കുമ്പോൾ അവരൊക്കെ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്നോട് പറഞ്ഞത് ഇവിടെ വരുന്നത് വെറുതെയാണെന്ന് എന്നോട് പറഞ്ഞു.
ബഹ്റിനിൽ പാസ്പോർട്ട് പിടിച്ചുവെക്കുന്നത് കുറ്റകരമായ നിയമമാണെന്നിരിക്കെ അത് വീണ്ടും ആവർത്തിക്കുകയാണ്. രാമചന്ദ്രൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മറ്റ് ആളുകളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എംബസിയിൽ പരാതി നൽകി പ്രതീക്ഷ അർപ്പിക്കുന്നതിൽ തന്റെ വിശ്വാസ്യത കുറഞ്ഞെന്നും മറ്റ് നിയമപരമായ മാർഗങ്ങൾ ആശ്രയിക്കേണ്ട നിലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറച്ചും കൂടി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലണമെന്ന് എൻ്റെ അഭിപ്രായം. എംബസി എന്നാൽ ജനങ്ങൾക്ക് എംബസിയോടുള്ള വിശ്വാസത കൂടും. ഇപ്പം ജനങ്ങൾക്ക് എംബസിയോട് വിശ്വാസം ഇല്ല. എംബസിയിൽ വരുന്നില്ല ആൾക്കാർ. പല കാര്യങ്ങളും പല വക്കീലും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. വരയ്ക്കാനുള്ള കഴിവ് തികച്ചും ഒരു അനുഗ്രഹമാണ്. അത് ചെറുപ്പം പോലെ പ്രകടമാക്കുന്നത് ഈശ്വരന്റെ വരദാനമാണ്. ബഹ്റിനിലെ കൊച്ചു കലാകാരി നടത്തിയ ചിത്രപ്രദർശനം ഏറെ ശ്രദ്ധേയമായി. അനിൽ രാധാകൃഷ്ണന്റെ പ്രീതി അനിലിന്റെ മകളായ അനാമിക ആദ്യമായാണ് ചിത്രപ്രദർശനം നടത്തുന്നത്. ബഹ്റിൻ ക്രിസ്റ്റഫർ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനാമിക 50ഓളം ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിരുന്നത്. കൂടുതലും പരിസ്ഥിതി വിഷയങ്ങൾ പകർത്താനാണ് തനിക്ക് താല്പര്യമെന്നും അനാമിക പറഞ്ഞു. Trust across generations. UAE Exchange, world's trusted money transferer. രുചിയേറും വിഭവങ്ങളുമായി കൂടുതൽ സൗകര്യങ്ങളോടെ സൗത്ത് പാർക്ക് റെസ്റ്റോറന്റ് നിങ്ങളെ വരവേൽക്കുന്നു. കലാപരിപാടികൾക്കും മറ്റ് പൊതുസമ്മേളനങ്ങൾക്കുമായി പ്രത്യേകം സജ്ജീകരിച്ച 400 പേർക്കിരിക്കാവുന്ന പ്രിയദർശിനി ഓഡിറ്റോറിയം വിത്ത് സ്റ്റേജ്, 200ഓളം പേർക്കിരിക്കാവുന്ന ദർബാർ ഹാൾ, 50 പേർക്കിരിക്കാവുന്ന എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാൾ തുടങ്ങിയവ സൗത്ത് പാർക്കിന്റെ മാത്രം പ്രത്യേകതകൾ. നിങ്ങളുടെ ഒത്തുചേരലുകളെ അവിസ്മരണീയമാക്കുവാൻ സൗത്ത് പാർക്ക് എന്നും നിങ്ങളോടൊപ്പം. സൗത്ത് പാർക്ക് റെസ്റ്റോറന്റ്, ഗുദേബിയ. കോൺടാക്ട് ടെലിഫോൺ നമ്പർ 17243900. Trust across generations. UAE Exchange, world's trusted money transferer. പുണ്യമാസത്തോടനുബന്ധിച്ച് UAE എക്സ്ചേഞ്ച് അൽറാജ ക്ലിനിക്കിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സാധാരണക്കാർക്ക് ആശ്വാസം നൽകിയ ഈ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. അൽനമൽ കമ്പനിയിലെ തൊഴിലാളികൾക്കായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ 500ഓളം പേർ പങ്കെടുത്തു. UAE എക്സ്ചേഞ്ച് അൽറാജ ക്ലിനിക്കുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ മരുന്ന് വിതരണവും നടത്തി. സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് കേരളീയ സമാജം നിരവധി പിന്തുണയാണ് നൽകി വരുന്നത്. സാഹിത്യവാസനയുള്ളവരുടെ കഴിവുകൾ കൂടുതൽ പ്രകടമാക്കുവാൻ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സാധിക്കും. ബഹ്റിൻ കേരളീയ സമാജത്തിലെ സാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരനായ ബെന്യാമിൻ നിർവഹിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കാവ്യാലാപനം, അനശ്വരനായ വക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണം എന്നിവ നടന്നു. അവർ ക്ലിക്സ് അവതരിപ്പിച്ച ചൊൽക്കാഴ്ച കാണികളെ ഏറെ വിസ്മയിപ്പിച്ചു. ജയ്ഹിന്ദ് ടിവിയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ബഹ്റിൻ ഘടകം അണിയിച്ചൊരുക്കുന്ന ജയ്ഹിന്ദ് ഉത്സവ് 2012 ഈ മാസം 21 നടക്കും. ജയ്ഹിന്ദ് ടിവിയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ബഹ്റിൻ ഘടകം അണിയിച്ചൊരുക്കുന്ന ജയ്ഹിന്ദ് ഉത്സവ് 2012 ഈ മാസം 21 ഇസാ ടൗൺ ഇന്ത്യൻ സ്കൂൾ ജാഷൻ മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജയ്ഹിന്ദ് ടി വി 5 വർഷക്കാലമായി കേരളത്തിൽ വളരെ സജീവമായി ചാനൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ്. അതിൻ്റെ ബഹ്റിനിലെ ഈ വർഷത്തെ ആഘോഷ പരിപാടികൾ ഓഗസ്റ്റ് 21 തുടങ്ങിയാണ്. തുടർന്ന് നടന്ന ചടങ്ങിൽ ജയ്ഹിന്ദ് ഉത്സവ് 2012 ലോഞ്ചിംഗ് സെറമണിയും നടന്നു. ഓഗസ്റ്റ് 21 നടക്കുന്ന പൊതുപരിപാടിയിൽ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന കലാപരിപാടികൾക്ക് പ്രശസ്ത സംഗീത സംവിധായകനായ അലക്സ് പോൾ നേതൃത്വം നൽകും. ബഹ്റിനിലെ പ്രശസ്ത കമ്പനിയായ സയാനി മോട്ടോഴ്സാണ് ജയ്ഹിന്ദ് ഉത്സവ് 2012 സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇന്ററാർട്സ് കമ്പനിയും MS പ്രോപ്പർട്ടീസും സംയുക്തമായാണ് ഈ വർഷത്തെ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. സയാനി മോട്ടോഴ്സ് ജനറൽ മാനേജർ മുഹമ്മദ് സാക്കി, ജയ്ഹിന്ദ് TV ഡയറക്ടർ ആന്റണി ജോൺ, ഇന്ററാർട്സ് ജനറൽ മാനേജർ പോൾ സെബാസ്റ്റ്യൻ, ജയ്ഹിന്ദ് TV ബഹ്റിൻ ചെയർമാൻ ജെയിംസ് കൂടൽ, ജയ്ഹിന്ദ് ബ്യൂറോ ചീഫ് ബോബി തേവേരിൽ, മൊണോറോ ഹോട്ടൽ ഡയറക്ടർ യൂസഫ് ദേസാരി, MS പ്രോപ്പർട്ടീസ് ചെയർമാൻ മുഹമ്മദ് റഫീഖ്, മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷൈജു, ഡയറക്ടർ കൃഷ്ണകുമാർ, കോൺകോർഡ് ഹോട്ടൽ ജനറൽ മാനേജർ ജോജി വർക്കി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. രാഗസുധയിൽ ഇന്ന് ബഹ്റിനിൽ ജനിച്ചു വളർന്ന പാലക്കാട് പൂക്കാവ് സ്വദേശിയായ സ്നേഹ എന്ന കൊച്ചു കലാകാരിയുടെ ഗാനവിശേഷങ്ങൾ കാണാം. സനം
തൂങ്ങിരിച്ച് ഊതക്കാത്തും മടിച്ചിരിച്ച് പാവിമനം തൂങ്കലയേ അതുവും ഏനോ പുരിയലയേ ഒരു സനം തൂങ്ങിരിച്ച് ഊതക്കാത്തും മടിച്ചിരിച്ച് പാവിമനം